മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നിങ്ങൾ കാണുന്നൊക്കെ ഗ്രീൻ ക്യാൻഡിൽസ്. കാണുന്ന എല്ലാ ക്യാൻഡിൽസിനും നല്ല വോളിയം ഉണ്ട്, ഹൈ വോളിയം ഉണ്ട്, ഹൈ ബൈങ് വോളിയം ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു അത് പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ആണ്. അങ്ങനെ ആ ബൈയിലോട്ട് കയറി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു, നിങ്ങൾ എടുത്ത പ്രൈസിനെക്കാളും താഴെയാണ് ഇപ്പോൾ പ്രൈസ് പോയിന്റ് നിൽക്കുന്നത്. SL അടിച്ചു, ലോസ് ആയി. നല്ലൊരു ബ്രേക്ക്ഔട്ട്, ഹൈ വോളിയം ഉണ്ടായിരുന്നു, ഫുൾ അടിപൊളി ഗ്രീൻ ക്യാൻഡിൽസ്. പിന്നെ എന്തുകൊണ്ട് ആ ബ്രേക്ക്ഔട്ട് ഫെയിൽഡ് ബ്രേക്ക്ഔട്ട് ആയി? എന്തുകൊണ്ട് SL അടിച്ചു? എന്തുകൊണ്ട് ഞാൻ ലോസ് ആയി? മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഏത് തരം ട്രേഡേഴ്സ് ആണ് ആക്ച്വലി ഉള്ളത്. ബൈ നടക്കും, സെൽ നടക്കും, ലോങ് നടക്കും, ഷോർട്ട് നടക്കും. നമുക്ക് അറിയുന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് അറിയുന്ന വെക്കാബുലറി ഒക്കെ വെച്ചിട്ട് ലോങ്, ഷോർട്ട്, ബ്രേക്ക്ഔട്ട്, ഫേക്ക് ഔട്ട്, ട്രെൻഡ് ലൈൻ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അധികം ട്രേഡിങ്ങിനെ കുറിച്ച് നോളേജ് തേടി പോവാത്ത ആൾക്കാർക്ക് അറിയുന്ന വെക്കാബുലറി മാത്രമാണ്. പക്ഷെ ട്രേഡിംഗിൽ ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ, ഒരു മാർക്കറ്റിൽ 2 തരം ട്രേഡിംഗ് ആക്ടിവിറ്റി ആണുള്ളത്. ഒന്ന് ഇനിഷ്യേറ്റീവ് ആക്ടിവിറ്റി, മറ്റൊന്ന് റെസ്പോൺസീവ് ആക്ടിവിറ്റി. എന്താണ് ഇനിഷ്യേറ്റീവ് ആക്ടിവിറ്റി? എന്താണ് റെസ്പോൺസീവ് ആക്ടിവിറ്റി? പ്രാക്ടിക്കലി അതെങ്ങനെ കണ്ടെത്താം, എങ്ങനെ മനസ്സിലാക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിഷ്യേറ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സും ഉണ്ട്, ഇനിഷ്യേറ്റീവ് ബയേഴ്സും ഉണ്ട്. ബട്ട് ബയ്യിങ്ങും സെല്ലിങ്ങും മാറ്റിയിട്ട് എന്താണ് ഇനിഷ്യേറ്റീവ് ആക്ടിവിറ്റി എന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഒരു ഉദാഹരണത്തിന് പ്രൈസ് ഏതോ ഒരു സ്റ്റോക്ക് ആവാം, ഇൻഡെക്സ് ആവാം, കമോഡിറ്റി ആവാം, വാട്ടെവർ, ഒരു പ്രൈസ് പോയിന്റിൽ കുറെ നേരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കളിക്കണം. ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കളിക്കണം ഒരു റേഞ്ചിൽ. അത് നമ്മൾ കൺസോൾട്ടേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു റേഞ്ച് അല്ലാതെ പുതിയൊരു റേഞ്ച് പോകുമ്പോഴാണല്ലോ നമ്മളത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് വേറെ റേഞ്ചിലോട്ട് പ്രൈസ് പോകുന്നു, അല്ലെങ്കിൽ അവിടെ ബ്രേക്ക്ഔട്ട് നടക്കുന്നു, വോളിയം കൂടുന്നു, ബ്രേക്ക്ഔട്ട് വരുന്നു, അങ്ങനെ ചാടിക്കയറും. പക്ഷെ ഇവിടെ ആക്ച്വലി എന്ത് ആക്ടിവിറ്റിയാണ്? ഇവിടെയാണ് ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി. ആ ബ്രേക്ക്ഔട്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആക്ടിവിറ്റിയാണ് ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി. ബ്രേക്ക്ഔട്ട് മാത്രമല്ല, ബ്രേക്ക് ഡൗൺ ആയാലും അങ്ങനെ ആ ഒരു ആക്ടിവിറ്റിയാണ് ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ട്രേഡ്സ് കംപ്ലീറ്റ് ആയി, നടക്കേണ്ട ട്രേഡ് എല്ലാം കംപ്ലീറ്റ് ആയി, ബിസിനസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകണം. പുതിയൊരു ബയേഴ്സോ, പുതിയൊരു സെല്ലേഴ്സോ, പുതിയൊരു പ്രൈസ് റേഞ്ചിൽ അക്സെപ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റണം, ബിസിനസ് ചെയ്യാൻ പറ്റണം. അപ്പൊ പുതിയൊരു പ്രൈസ് റേഞ്ച് കണ്ടെത്തണം മാർക്കറ്റിന്. അതിന് വേണ്ടിയിട്ടാണ് ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി ഉള്ളത്. എന്നുവെച്ചാൽ ഒരു റേഞ്ചിൽ നിന്ന് മറ്റൊരു റേഞ്ച് കണ്ടെത്താനാണ് ഇനീഷ്യേറ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇനീഷ്യേറ്റീവ് ബൈ ആയിരിക്കാം, ഇനീഷ്യേറ്റീവ് സെൽ ആയിരിക്കാം. ഇതാണ് ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി. ഇനി എന്താണ് റെസ്പോൺസീവ് ആക്ടിവിറ്റി? റെസ്പോൺസീവ് ആക്ടിവിറ്റി ആ വേർഡിലുള്ള പോലെ തന്നെ ദേ ആർ റെസ്പോൺസിബിൾ ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസീവ് സെല്ലേഴ്സും ഉണ്ട്, റെസ്പോൺസീവ് ബയേഴ്സും ഉണ്ട്. അവർ റെസ്പോൺസിബിൾ ആണ്. മാർക്കറ്റിൽ സെല് ചെയ്തേ പറ്റൂ, മാർക്കറ്റിൽ ബൈ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ആക്ടിവിറ്റി നിലനിൽക്കുമ്പോഴാണ് ചില സമയത്ത് നമ്മൾ ബൈ പ്രതീക്ഷിക്കുമ്പോഴും സെല്ലോട്ട് പോകും, സെൽ പ്രതീക്ഷിക്കുമ്പോഴും ബൈയോട്ട് പോകും. കാരണം ബൈയും സെല്ലും നടക്കേണ്ടത്, അല്ലെങ്കിൽ സെല്ലും ബൈയും നടക്കേണ്ടത് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ റെസ്പോൺസിബിൾ മാർക്കറ്റിൽ ഇന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് എന്നറിയാതെ നമ്മൾ കയറി പറ്റും. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട കുറെ കണ്ടീഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചിലപ്പോൾ ചില സ്ഥലത്ത് ഇംബാലൻസസ് കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇംബാലൻസിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വരും മാർക്കറ്റിൽ. എന്താണ് ഇംബാലൻസ്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് ആക്ച്വലി ചെയ്യുന്ന ഈ ലിക്വിഡിറ്റി, ഇങ്ങനെയുള്ള ഞാൻ പറയുന്ന ജാർഗൻസ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ബാക്കിലുള്ള വീഡിയോസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഇംബാലൻസിലോട്ട് തിരിച്ചു വരാൻ, റെസ്പോൺസിബിൾ ആയിട്ട് തിരിച്ചു വരാൻ ചെയ്യുന്ന ട്രേഡ്സ് ഉണ്ടല്ലോ, റെസ്പോൺസിബിൾ ബൈയോ, റെസ്പോൺസിബിൾ സെല്ലർ, അതാണ് റെസ്പോൺസീവ് ആക്ടിവിറ്റി. റെസ്പോൺസീവ് ആക്ടിവിറ്റിയും ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റിയും മാർക്കറ്റിൽ എങ്ങനെ സ്പോട്ട് ചെയ്യാം? ഇവർ മാർക്കറ്റിൽ എവിടെയാണ് ഉള്ളത്? എപ്പോഴാണ് റെസ്പോൺസിബിൾ ആയിട്ട് അവർ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്? എപ്പോഴാണ് ഇനീഷ്യേറ്റീവ് ആയിട്ട് പ്രൈസ് മേലോട്ടോ താഴോട്ടോ പോകേണ്ട അവസ്ഥ വരുന്നത്? ഈ സാധനം, ഈ ഒരു കാര്യം നമ്മൾ മാർക്കറ്റിൽ കണ്ടെത്തണം. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ എളുപ്പമല്ലേ? ഇനീഷ്യേറ്റീവ് തുടങ്ങാനുള്ള ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യേറ്റീവ് പ്ലേയേഴ്സിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ റെസ്പോൺസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ആ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ റെസ്പോൺസീവ് ആയിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇവരെ നമുക്ക് മാർക്കറ്റിൽ കണ്ടെത്താൻ പറ്റും. ഇനീഷ്യേറ്റീവ് പ്ലേയേഴ്സ് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത്, റെസ്പോൺസീവ് പ്ലേയേഴ്സ് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റണം.
ഇത് കണ്ടെത്താൻ ഒരുപാട് വഴിയുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി മാത്രമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടെത്തുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ആ ടൂളിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. അത് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ റെഫർ ചെയ്തിട്ട് വരാം. ബട്ട് എന്നാലും ഞാൻ ഒരു ബ്രീഫ് ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു പോവാം. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ, ആ പേരിലുള്ളത് പോലെ ഫിക്സഡ് റേഞ്ച്, ഒരു ഫിക്സഡ് റേഞ്ചിലുള്ള വോളിയം പ്രൊഫൈൽ. വോളിയം എങ്ങനെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, വോളിയം എങ്ങനെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ ഫിക്സഡ് റേഞ്ചിൽ, അതാണ് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യം. ഈ ടൂളിലൂടെ നമ്മൾ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള റേഞ്ചിലെ വോളിയം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ മനസ്സിലാക്കി. അപ്പോൾ സെഷൻ, ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ സെഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡേ ആവാം, വീക്ക് ആവാം, മന്ത് ആവാം, എനി റേഞ്ച്. ഇപ്പൊ നമുക്ക് ഏഷ്യൻ സെഷൻ, ഇപ്പൊ ഞാൻ ഫോറക്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ സെഷൻ രാവിലെ 5 ഇന്ത്യൻ ടൈം രാവിലെ 5:30 to 12:30 ഈ ഒരു ടൈം ഫ്രെയിമിൽ വോളിയം എങ്ങനെ മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് 5:30 മുതൽ 12:30 വരെയുള്ള FRVT വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള വോളിയം കോൺസെൻട്രേറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡേ ആണെന്നുണ്ടെങ്കിൽ ഡേ സ്റ്റാർട്ട് മുതൽ ഡേ എൻഡ്, വീക്ക് ആണെന്നുണ്ടെങ്കിൽ വീക്ക് ഫുൾ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള റേഞ്ചിൽ, ഫിക്സഡ് ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് വോളിയം കണ്ടെത്താം. അപ്പോൾ ഒരു റേഞ്ച് സെലക്ട് ചെയ്യണം, വാട്ടെവർ ഏത് റേഞ്ച് ആണെങ്കിലും ആ റേഞ്ചിൽ എങ്ങനെ ഈ വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ വോളിയം റേഞ്ച് സെലക്ട് ചെയ്ത് ആ റേഞ്ചിൽ നമ്മൾ ഈ ടൂൾ വരയ്ക്കാം. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ വരയ്ക്കാം. ഇത് വരയ്ക്കും നമുക്ക് കുറച്ച് ഡാറ്റാസ് കിട്ടും. വാല്യൂ ഏരിയ ഹൈ കിട്ടും, വാല്യൂ ഏരിയ ലോ കിട്ടും, അതിനകത്ത് ഒരു POC പോയിന്റ് ഓഫ് കൺട്രോൾ കിട്ടും, ആൻഡ് ഒരു ഹിസ്റ്റോഗ്രാമും കിട്ടും. എന്താണ് ഈ വാല്യൂ ഏരിയ? വാല്യൂ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഏരിയ ഹൈ ടു വാല്യൂ ഏരിയ ലോ, ഇതിനിടയിലുള്ള ഈ ഏരിയയാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയയിലാണ് നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിലെ 70% ട്രേഡും ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഞ്ചിലെ 70% ഓഫ് ട്രേഡും അല്ലെങ്കിൽ 70% ഓഫ് ബിസിനസ്സും ചെയ്യപ്പെട്ടിരിക്കുന്ന റേഞ്ചാണ് ആ വാല്യൂ ഏരിയ എന്നുള്ളത്. വാല്യൂ ഏരിയ ഹൈ ഉണ്ടാവും, ഒരു വാല്യൂ ഏരിയ ലോ ഉണ്ടാവും, അതിനിടയിൽ തന്നെ POC പോയിന്റ് ഓഫ് കൺട്രോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ഏരിയയുടെ അകത്ത് തന്നെ ഒരു ഫെയറസ്റ്റ്, ബയേഴ്സിനും സെല്ലേഴ്സിനും ഫെയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് പോയിന്റ് ഓഫ് കൺട്രോൾ, അതെവിടെയാണെന്ന് നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അത് മാത്രമല്ല വേറെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ഹൈ വോളിയനോട്, ലോ വോളിയനോട്. ഹൈ വോളിയനോട് എന്താണ്, ലോ വോളിയനോട് എന്താണ്, അത് നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നില്ല. ബട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ട്രേഡ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ടൂളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അതിലൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കമ്മിങ് ബാക്ക് ടു റെസ്പോൺസീവ് ആക്ടിവിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി. നമുക്ക് വാല്യൂ ഏരിയ കണ്ടെത്തി. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഈ വാല്യൂ ഏരിയയുടെ അകത്ത് നിന്ന് പുറത്തോട്ട് പോകുന്ന എല്ലാ ട്രേഡും ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി ആണ്. അകത്തുനിന്ന് പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോവാം? VAHന്റെ മേലെ കൂടെ വഴിയിലൂടെ പോവാം, അല്ലെങ്കിൽ VALന്റെ താഴെ കൂടെ, വാല്യൂ ഏരിയ ലോയുടെ താഴെ കൂടെ, താഴോട്ട് സെല്ലിലൂടെ പോവാം. അപ്പൊ ഈ വാല്യൂ ഏരിയയുടെ പുറത്ത് പോകുന്ന എല്ലാ ട്രേഡും ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി ആണ്. ഇനി അതുപോലെ വാല്യൂ ഏരിയയുടെ അകത്ത് വരുന്ന എല്ലാ ട്രേഡും റെസ്പോൺസീവ് ആക്ടിവിറ്റി ആണ്. ഒന്നുകൂടെ പറയാം, വാല്യൂ ഏരിയയുടെ പുറത്തോട്ട് പോകുന്ന എല്ലാ ട്രേഡും ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി ആണ്. വാല്യൂ ഏരിയയുടെ അകത്തോട്ട് വരുന്ന എല്ലാ ട്രേഡും റെസ്പോൺസീവ് ആക്ടിവിറ്റി ആണ്. അപ്പൊ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാല്യൂ ഏരിയ കണ്ടെത്തി. ഈ ടൂൾ ഉപയോഗിച്ച് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് വാല്യൂ ഏരിയ കണ്ടെത്തി. ഒരു റേഞ്ചിന്റെ വാല്യൂ ഏരിയ കണ്ടെത്തി. ആ വാല്യൂ ഏരിയയുടെ അകത്തോട്ടാണോ വരുന്നത് അല്ലെങ്കിൽ പുറത്തോട്ടാണോ പ്രൈസ് ഇനി പോകാനുള്ളത്? ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. ഇതൊരു ട്രേഡിംഗിന് ഭയങ്കര ഒരു കോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഏരിയ നമ്മൾ ഓൾറെഡി ഒരു പ്രീവിയസ് റേഞ്ചിന്നോ, പ്രീവിയസ് സെഷനോ, പ്രീവിയസ് ഡേന്നോ, പ്രീവിയസ് വീക്കിന്നോ ബിസിനസ് ചെയ്ത് കണ്ടെത്തിയെങ്കിൽ ആ റേഞ്ചിൽ നടക്കുന്ന ആക്ടിവിറ്റി വിൽ റിപ്പീറ്റ്. അത് റെസ്പോൺസീവ് ആയിട്ടും ഇനീഷ്യേറ്റീവ് ആയിട്ടും ആക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ നമ്മൾ വാല്യൂ ഏരിയ കണ്ടെത്തി. വാല്യൂ ഏരിയ കണ്ടെത്തിയെങ്കിൽ ഇനി ഈ വാല്യൂ ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു വരാനാണോ നോക്കുന്നത്, അവിടെ നിന്ന് പോകാനാണോ നോക്കുന്നത് എന്ന് മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ബ്രേക്ക് ഔട്ട് എങ്ങനെ ഫെയിലായി, ഫെയിൽഡ് ബ്രേക്ക് ഔട്ട് എന്താ, ബ്രേക്ക് ഡൗൺ എന്താ, ട്രാപ്പ് എന്താ, ഇതൊക്കെ നമ്മൾ ഈ ഒരു സാധനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം വാല്യൂ ഏരിയ എവിടെയാണ്? 70% ബിസിനസ് എവിടെ നടന്നു. ഈ 70% നിന്ന് പുതിയൊരു റേഞ്ച് കണ്ടെത്താൻ വേണ്ടി ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി ആണോ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ മാർക്കറ്റിലെ ഇംബാലൻസ് എല്ലാം ഫില്ല് ചെയ്യാൻ, മാർക്കറ്റിൽ വന്ന എന്തെല്ലാമോ ഇംബാലൻസസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസീവ് ആക്ടിവിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വാല്യൂ ഏരിയയിലോട്ട് അകത്ത് വന്ന് ബിസിനസ് കംപ്ലീറ്റ് ചെയ്യാനാണോ നോക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ഫെയിൽ ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനീഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണോ, റെസ്പോൺസീവ് ആയിട്ട് ട്രേഡ് ചെയ്യണോ,
നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ് ആണ് നടത്താൻ പോകുന്നത്, റെസ്പോൺസീവ് ആണ് നടത്താൻ പോകുന്നത് എന്ന് നമുക്ക് ക്ലീൻ കട്ടായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഡെപ്തിൽ നിങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നമുക്ക് വേണ്ട കാര്യങ്ങൾ എത്രയുള്ളൂ.